നമസ്കാരം. അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം പാകിസ്ഥാന്റെ JF-17 തണ്ടർ യുദ്ധവിമാനങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധ കയറ്റുമതിയിലൂടെ വരുമാനം കണ്ടെത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ വിജയിക്കുകയാണോ? സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധവിമാനത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് JF-17 വ്യത്യസ്തമാക്കുന്നത്? പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ യുദ്ധവിമാനം നിർമ്മിച്ചെടുത്തത്? JF-17 തണ്ടറിൻ്റെ കഥ തുടങ്ങുന്നത് 1980-കളിലാണ്. അമേരിക്കൻ ഉപരോധങ്ങൾ മൂലം അത്യാധുനിക വിമാനങ്ങൾ ലഭിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ സ്വന്തമായി ഒരു വിമാനം എന്ന ആശയത്തിലേക്ക് നീങ്ങിയത്. 1995-ൽ ചൈനയുമായി കൈകോർത്തതോടെയാണ് ഈ സ്വപ്നത്തിന് ചിറകുമുളച്ചത്. ചൈനയുടെ ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനും പാകിസ്ഥാന്റെ കാമറയിലുള്ള എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. വിമാനത്തിൻ്റെ 58% ഭാഗങ്ങളും പാകിസ്ഥാനിലാണ് നിർമ്മിക്കുന്നത്. വിമാനത്തിൻ്റെ ചട്ടക്കൂട് അഥവാ എയർഫ്രെയിം നിർമ്മിക്കുന്നതിൽ പാകിസ്ഥാൻ സ്വയം പര്യാപ്തത നേടി. എന്നാൽ ഇതിൻ്റെ ഹൃദയമായ എൻജിൻ റഷ്യയിൽ നിന്നുമാണ് എത്തുന്നത്. റഷ്യൻ നിർമ്മിത ക്ലിമോവ് RD-93 എഞ്ചിനാണ് ഈ വിമാനത്തിന് കരുത്തു പകരുന്നത്. ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ എന്ന സാങ്കേതിക വിദ്യയും ആധുനിക റഡാർ സംവിധാനങ്ങളും ചൈനീസ് സഹായത്തോടെയാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായാണ് JF-17 വികസിക്കപ്പെട്ടത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 പതിപ്പുകൾക്ക് ശേഷം ഇപ്പോൾ രംഗത്തുള്ളത് ബ്ലോക്ക് 3 ആണ്. ഇത് ഒരു 4ാം തലമുറ യുദ്ധവിമാനമാണ്. ചൈനയുടെ അത്യാധുനിക J-20 വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന റഡാർ സാങ്കേതിക വിദ്യയും ഹെൽമറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേയും ഇതിലുണ്ട്. ശത്രു വിമാനങ്ങളെ കിലോമീറ്ററുകൾക്ക് അപ്പുറം വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള PL-15 മിസൈലുകൾ വഹിക്കാൻ ഇതിന് സാധിക്കും. കുറഞ്ഞ ചിലവിൽ കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയാണ് ഇതിൻ്റെ പ്രധാന പ്ലസ് പോയിന്റ്. ഒരു ആധുനിക യുദ്ധ വിമാനത്തിന് വേണ്ട മിക്കവാറും എല്ലാ ഗുണങ്ങളും കുറഞ്ഞ ചിലവിൽ പാകിസ്ഥാൻ ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് അവകാശവാദം. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ JF-17 ആകൃഷ്ടരാകുന്നത്? ഉത്തരം ലളിതമാണ്: വിലക്കുറവ്. അമേരിക്കൻ F-16 വിമാനങ്ങളുടെ പകുതി വിലയ്ക്ക് JF-17 ലഭ്യമാണ്. ഇതിനോടകം തന്നെ മ്യാൻമാർ, നൈജീരിയ, അസർബൈജാൻ എന്നീ രാജ്യങ്ങൾ ഈ വിമാനം സ്വന്തമാക്കി കഴിഞ്ഞു. 2026 റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യ, ഇറാഖ്, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ പാകിസ്ഥാനുമായി വലിയ തോതിലുള്ള ചർച്ചകളിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ഏഷ്യൻ രാജ്യങ്ങൾക്കും താങ്ങാനാകുന്ന ഏക യുദ്ധവിമാനം എന്ന നിലയിൽ ഇതിൻ്റെ വിപണി മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ സാങ്കേതികവിദ്യ ഒത്തുചേരുമ്പോൾ ആഗോള വിപണിയിൽ JF-17 ഒരു കടുത്ത മത്സരാർത്ഥിയായി മാറുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.